ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ? ബാഹുബലി സിനിമയിൽ നല്ലൊരു രംഗമുണ്ട്. നമ്മൾ ശിവലിംഗം ഏറ്റി പോകുന്ന പ്രഭാസ്. നമ്മൾ ബാഹുബലി ശിവലിംഗം ഏറ്റിക്കൊണ്ട് പോകുന്നു. ആദ്യം എങ്ങനെ ചെയ്യും? ആദ്യം കരയിലൂടെ അങ്ങനെ നടന്നിട്ട് പിന്നെ വെള്ളത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. വെള്ളത്തിലൂടെ പോകുന്ന പ്രഭാസിന് കരയിലൂടെ പോകുന്ന അതേ വേഗതയിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? വെള്ളത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ വെള്ളം ഓപ്പോസ് ചെയ്യുന്നുണ്ട്, ആ മീഡിയം നമ്മളെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്ര വേഗതയിൽ പോകാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രകാശത്തിനുണ്ട്. പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയും. അങ്ങനെ വെലോസിറ്റി അതേ സ്പീഡിൽ നമുക്ക് കിട്ടൂല. ഇങ്ങനെ വെലോസിറ്റി കുറയുന്ന സമയത്ത് അതിനെന്തുണ്ടാവും? അതിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഒരേ ലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ അതിനുണ്ടാവുന്ന പാത്തിൽ ചേഞ്ച് വരുന്നതിനെയാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞാൽ when a light is passes from one medium to another medium, it is a path length is changed. The bending of light when it passes from one medium to another medium. ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ സപ്പോസ് എൻ്റെ ഈ ഭാഗത്തൊരു മീഡിയ ആയിട്ടും മറ്റൊരു മീഡിയമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ആ സമയത്ത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ പാത്ത് ലെങ്ത് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു പ്രതിബിംബം നമ്മളെങ്ങനെയാണ് കാണുക? ഒരു വസ്തുവിനെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? ആ വസ്തുവിലോട്ട് പ്രകാശം തട്ടി ആ പ്രകാശം പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കണ്ടു എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇരുട്ടത്ത് നമ്മളൊരു വസ്തുവിനെ കാണുന്നില്ല. അതിനർത്ഥം എന്താ? ഇരുട്ടിലൊരിക്കലും ആ വസ്തുവിൽ നിന്ന് പ്രകാശം നമ്മുടെ കണ്ണിലോട്ട് പ്രതിഫലിച്ച് വരുന്നില്ല. ഇപ്പോൾ സപ്പോസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ്സിൽ എന്തുണ്ട്? നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. കണ്ടോ? 3/4 ഭാഗത്തോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറയാം മുകളിലുള്ളത് എന്താണ്? വായുവാണ്, ഒരു മീഡിയമാണ്. മറ്റൊന്നുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളമാണ്, മറ്റൊരു മീഡിയമാണ്. അപ്പോൾ പ്രകാശത്തിന് എത്രമാത്രമാണ് ബെൻഡിങ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് അതിനുള്ളൊരു പറ്റിയൊരു ഉദാഹരണമാണ് ഇതാ ഒരു പെൻസിൽ. ഈ പെൻസിൽ നമുക്ക് കാണുന്നതല്ലോ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു ലൈനിലായിട്ടല്ലേ കാണുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന ബെൻഡിങ് എല്ലാവരും നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളണേ, എന്താ സംഭവിക്കുന്നത് നോക്കുക. ഞാനിതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഈ അതേ ലൈനിൽ തന്നെയാണോ നമുക്കിത് കാണാൻ പറ്റുന്നത്? ലൈറ്റിന് ഒരു ബെൻഡിങ് സംഭവിക്കുന്നില്ലേ? നമ്മുടെ പെൻസിലിന് ഒരു ബെൻഡിങ് സംഭവിക്കുന്നത് കണ്ടോ? ഇതാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് എ ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു പ്രഭാസ് നടക്കുന്ന കേസിൽ ഒരു മീഡിയത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശീയ സാന്ദ്രത എന്ന് പറഞ്ഞാൽ. പ്രകാശീയ സാന്ദ്രത എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ എത്രമാത്രം കടത്തിവിടും അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വെലോസിറ്റിനെ എങ്ങനെ കടത്തിവിടും എന്ന അടിസ്ഥാനത്തിലാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശീയ സാന്ദ്രത നമ്മൾ പറയുന്നത്. ചില മീഡിയംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വായു ഒരു മീഡിയം ആണല്ലോ, വായുവിന് നല്ല വെലോസിറ്റിയിൽ ലൈറ്റിനെ കടത്തിവിടാൻ പറ്റും. എന്നാൽ വാക്വം നമ്മൾ ശൂന്യാകാശം എന്നൊക്കെ പറയുമല്ലോ, ശൂന്യാകാശത്തിലാണ് ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റിയിൽ സഞ്ചരിക്കാൻ പറ്റുക. ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്ററാണ് ശൂന്യാകാശത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത്. എന്നാൽ അത് വായുവിലൂടെ ആകുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിലൂടെ ആകുമ്പോൾ ഒന്നുകൂടെ കുറയുന്നുണ്ട്. ഈ ഒരു സവിശേഷതയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശീയ സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ചെയ്തത് എങ്ങനെയാ? നേരെയാണോ നമ്മുടെ പെൻസിലിനെ വെച്ചിട്ടുള്ളത്? ഒരു ചെരിഞ്ഞിട്ടല്ലേ? ലൈറ്റ് ഷുഡ് ബി പാസ് ഒബ്ലിക്യൂലി അല്ലേ? ഒരു ചെരിഞ്ഞിട്ടല്ലേ ലൈറ്റ് പോയിട്ടുള്ളത്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലംബമായിട്ട് പതിക്കുമ്പോൾ നോർമലി പതിക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല? അവിടെ റിഫ്രാക്ഷന് സംഭവിക്കുന്നില്ല. അപ്പോൾ ലൈറ്റ് എങ്ങനെ പാസ് ചെയ്യണം? ലൈറ്റ് ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ ചെരിഞ്ഞ അളവിൽ ഒരു ആംഗിൾ വ്യത്യാസത്തിൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോയാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. മാത്രമല്ല രണ്ട് മീഡിയം തമ്മിലും, ഇപ്പോൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത ഒന്ന് വെള്ളമാണ്, മറ്റൊന്ന് വായുവാണ്, അല്ല എയർ ആണ്, ഒന്ന് വാട്ടറാണ്. ഈ സമയത്ത് രണ്ട് മീഡിയം തമ്മിൽ എന്തുണ്ട്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി രണ്ട് മീഡിയം തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ എന്ത് സംഭവിക്കുള്ളൂ? റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. ഇപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കാൻ വേണ്ട രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാ? ഒന്ന് ലൈറ്റ് ചെരിഞ്ഞ് പതിക്കണം എന്നുള്ളത് ഒന്ന്, മറ്റൊന്ന് ദർ ഷുഡ് ബി എ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 മീഡിയം. രണ്ട് മീഡിയം തമ്മിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ലൈറ്റിൽ ഒരു വായുവിലൂടെ എങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒറ്റ മീഡിയമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ബെൻഡ് സംഭവിക്കുന്നുണ്ടോ? ലൈറ്റ് എപ്പോഴും എങ്ങനെയാണ് സഞ്ചരിക്കുള്ളൂ? നേർരേഖയിലല്ലേ സഞ്ചരിക്കുള്ളൂ. അതാണ് ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം. നമുക്കിങ്ങനെ രണ്ട് മീഡിയംസ് നമ്മൾ നോക്കുമ്പോൾ ലൈറ്റിന് വാക്വം അതായത് ശൂന്യാകാശത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗതയും ആ മീഡിയത്തിലൂടെ ഇവിടെ ഇപ്പോൾ നമ്മൾ വെള്ളമാണ് കൺസിഡർ ചെയ്തിട്ടില്ലേ, ഈ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന അതിൻ്റെ വേഗതയും ദ വെലോസിറ്റി റേഷ്യോ ബിറ്റ്വീൻ ദ വാക്വം ആൻഡ് ടു ദി മീഡിയം എന്ന് പറയുന്നതിനാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ലൈറ്റിനെ വാക്വമിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വേഗതയിൽ കടത്തിവിടും എന്നുള്ളതിന് പറയുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ആ മീഡിയത്തിൽ എത്രമാത്രം പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ എൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ സൂചിപ്പിക്കുക നമ്മൾ എൻ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. എൻ എന്ന് പറഞ്ഞാൽ C/V അഥവാ വെലോസിറ്റി ഇൻ വാക്വം ടു ദി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഇൻ മീഡിയം, നമ്മൾ മീഡിയത്തിൽ നോക്കുമ്പോൾ വെലോസിറ്റി കുറയാണ്. അപ്പോൾ ഓരോ മീഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താവും? കൂടും അല്ലേ? ശൂന്യാകാശത്തിൽ എത്ര റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറയാൻ പറ്റുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി വാക്വം ഈസ് C/Cn അല്ലേ, 1 അല്ലേ വരിക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിൽ എത്രമാത്രം ലൈറ്റിന് വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ കൂടുക. അപ്പോൾ വെള്ളമൊക്കെ പറയുമ്പോൾ നമ്മൾ 1.3 സംതിങ് ഒക്കെ ഉള്ളത്, 1.33 ഒക്കെ ഉള്ളത് വെള്ളത്തിൽ. അപ്പോൾ ഇത്രമാത്രം വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും എന്ന് പറയുന്നത് അർത്ഥം എന്താ? ശൂന്യാകാശത്തെ വെച്ച് നോക്കുമ്പോൾ വെള്ളത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലേ? വേഗത കുറയുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് എന്താണ്? എയറും വാട്ടറും തമ്മിലുള്ളതാണ്. ഇതുപോലെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഗ്ലാസ്സിലോട്ട്. ഇപ്പം നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന്, ഗ്ലാസ്സാണ് നമ്മുടെ സെക്കൻഡ് മീഡിയം എന്നുണ്ടെങ്കിൽ, ഗ്ലാസും എയറും തമ്മിൽ എന്താ ഉണ്ടാവുന്നത്? ഗ്ലാസ്സിന് എയറിലാറ് എന്തുണ്ട്? ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടാകുന്ന ബെൻഡിങ് നോർമലോട് അടുത്തിട്ടാവോ അത് നോർമലിൽ നിന്ന് അകന്നിട്ടാവോ ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും? when the light passes from air to the medium of glass. ഗ്ലാസ് എന്ന മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഗ്ലാസിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെൻസിറ്റി കൂടുമ്പോൾ എന്തായാലും അടുക്കും. ഡെൻസിറ്റി കൂടി എന്ന് പറഞ്ഞാൽ അടുക്കും തന്നെ. എന്ന് വെച്ചാൽ എയറിൽ നിന്ന് ഡെൻസിറ്റി കൂടിലോട്ട് പോകുമ്പോൾ നോർമലിനോട് അടുത്തിരിക്കും. അവർ തമ്മിൽ നല്ല ബന്ധത്തിലാന്ന് പറയാം. ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ ആംഗിൾ പറയും എനിക്ക് വിട്ട് പോകാൻ പറ്റൂല, ഞാൻ നിന്നോട് അടുത്ത് വരും എന്ന് പറയും. എന്നാൽ ഡെൻസിറ്റി കുറഞ്ഞ സമയത്തോ ആംഗിൾ കുറച്ച് വിട്ടാ നിൽക്കുക, ഞാൻ നിന്നോട് മുണ്ടൂല. നോർമലിനോട് പറയാണ് ഞാൻ മുണ്ടൂല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നോർമലിൽ നിന്ന് അകലും. ഇത് രണ്ടും എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മെയിനായിട്ട് നോക്കുക 3 മീഡിയമാണ്. ഒന്ന് എയർ ടു ഗ്ലാസ്. എയർ ടു ഗ്ലാസ് വരുമ്പോൾ ആംഗിൾ കുറയും, നോർമലിനോട് അടുക്കുന്നുണ്ട്. പിന്നെ എയർ ടു വാട്ടർ. എയർ ടു വാട്ടർ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? വാട്ടറിലോട്ട് വരുമ്പോൾ ആംഗിൾ കുറയുന്നുണ്ട്. എന്നാൽ വാട്ടർ ടു ഗ്ലാസ്, വെള്ളത്തിനാണോ ഗ്ലാസ്സിനാണോ ഡെൻസിറ്റി കൂടുക? ഗ്ലാസ്സിനല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് പോകുന്ന സമയത്തും ഈ ബെൻഡിങ് എങ്ങനെ ഉണ്ടാവുക? അടുക്കുക ചെയ്യുക, നോർമലിനോട് അടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പെർട്ടിക്കുലർ ആംഗിൾ വരെയുള്ളൂ റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നെന്താ പഠിച്ചത്? മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രകാശത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് എന്ത്? റിഫ്ലക്ഷനും അതുപോലെ റിഫ്രാക്ഷനും ഉള്ളത്. അതിൽപ്പെട്ട റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോഴാണ് എന്തുണ്ടാവുക? ചേഞ്ച് ഉണ്ടാവുക. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോഴല്ലേ നമുക്ക് മാറ്റം വരണ്ടുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴും ഒരേപോലെ നിൽക്കുമോ? ഇല്ലല്ലോ. ഒരേ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ ഉണ്ടാവുക. എന്നാൽ മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ ക്യാരക്ടറൊക്കെ ഒന്ന് മാറ്റും, കുറച്ചൊന്ന് വളഞ്ഞേക്കാം, കുറച്ച് ശരിയായി. ഇപ്പോൾ നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഹൈസ്കൂൾ വരെ എങ്ങനെയാണ് നിന്നത്? അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഞാൻ ഒന്ന് വലുതായിട്ടുണ്ട് അല്ലേ? നമുക്കൊരു മാറ്റം സംഭവിക്കണം, നമ്മളെന്നെ ചിന്തിക്കും. ഇങ്ങനെ ലൈറ്റിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തിന് പറയുന്ന പേരാണ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് ഫ്രം ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം എന്നുള്ളതിനെ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്നുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? ഒക്കെ സെറ്റല്ലേ? തറല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കുക എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളത്. ഓക്കെ.